സ്വാതന്ത്ര്യദിനത്തിൽ തങ്ങളുടെ സ്വാതന്ത്ര്യമില്ലാതായി എന്ന് വിലപിക്കുന്ന ചില വിപ്ലവകാരികളെ നിങ്ങൾ ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും. വിദ്യാർത്ഥി സമരം എന്ന പേരിൽ ഡൽഹി ജന്തർ മന്ദിറിൽ പ്രക്ഷോഭം നടത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ച കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJPയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ 6:16 താൽക്കാലികമായി നീക്കം ചെയ്യപ്പെട്ടിരുന്നു. തങ്ങളെ നിശബ്ദരാക്കാനുള്ള ശ്രമമാണിതെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഭീരുക്കളാണെന്നും പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ എക്സിലൂടെ തുറന്നടിച്ചു. എന്നാൽ വെറും അരമണിക്കൂറിനുള്ളിൽ, അതായത് 6:45 അക്കൗണ്ട് തിരികെ കിട്ടിയപ്പോൾ ഇവരുടെ ഈ വിപ്ലവവും അവിടെ അവസാനിച്ചു. എന്തുകൊണ്ടാണ് അക്കൗണ്ട് മരവിപ്പിച്ചതെന്ന് ഇൻസ്റ്റാഗ്രാമോ അഭിജിത്ത് ദീപ്കെയോ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഈ ഓൺലൈൻ പാറ്റകളുടെ യഥാർത്ഥ അജണ്ട വെറുമൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊന്നുമല്ല. വിദ്യാർത്ഥി സമരം എന്ന പേരിൽ ഡൽഹിയിൽ ഇവർ നടത്തിയത് വലിയൊരു ദേശവിരുദ്ധ നീക്കമായിരുന്നു. ജന്തർ മന്ദിറിലെ ഇവരുടെ വേദിയിൽ ഉയർന്നത് ഡൽഹി കലാപക്കേസിൽ ജയിലിൽ കിടക്കുന്ന ഉമർ ഖാലിദിനെ മോചിപ്പിക്കണം എന്ന മുദ്രാവാക്യങ്ങളാണ്. ഉമർ ഖാലിദിനെ വിട്ടയക്കണമെന്നും വിചാരണ വൈകുന്നതിലും അഭിജിത്ത് ദീപ്കെ പരസ്യമായി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കൂടാതെ ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് MP ആയ ആഗ സയ്യിദ് റൂഹുല്ല മെഹദി ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനു മുൻപും പാകിസ്ഥാൻ ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകൾ കടമെടുത്ത് CJP വക്താവ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ എതിർത്തിരുന്നു. 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സമയത്ത് ഭീതി പടർത്തുന്ന പോസ്റ്റുകൾ ഇട്ടതിന് അഭിജിത്ത് ദീപ്കെക്കെതിരെ പൂനെ പോലീസ് കേസെടുത്തിട്ടുമുള്ളതാണ്. സമരമെന്ന് ഇവർ അവകാശപ്പെടുന്ന ഈ പ്രക്ഷോഭത്തിൽ ഡൽഹി പോലീസ് ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം FRS ക്യാമറകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള 2000-ഓളം പേരെയാണ് തിരിച്ചറിഞ്ഞത്. ഇവർ പോലീസിന് നേരെ കല്ലെറിയുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു. ആക്രമണത്തിൽ 130-ലധികം പോലീസുകാർക്ക് പരിക്കേൽക്കുകയും 15 FIR-കൾ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഓൺലൈൻ തമാശയായി തുടങ്ങിയ ഇവർക്ക് പിന്നിൽ ആം ആദ്മി പാർട്ടിയുടെയും ISIയുടെയും എല്ലാം ASIയുടെ എല്ലാം കൃത്യമായ ഗൂഢാലോചനയും പിന്തുണയുമുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിൽ നിൽക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് ധൈര്യമില്ലാതെ പോയത്. സ്വാതന്ത്ര്യദിനത്തിലെ കനത്ത സുരക്ഷയിൽ രാജ്യതലസ്ഥാനത്ത് വീണ്ടും ഒരു അഴിഞ്ഞാട്ടത്തിന് മുതിർന്നാൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഡൽഹി വിട്ടോടിയ ഇവർ സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ 7:30 മഹാരാഷ്ട്രയിലെ ഹിങ്കോലി ജില്ലയിലുള്ള ദീപ്കയുടെ സ്വന്തം ഗ്രാമമായിട്ടുള്ള സന്ദൂഖ് പിംപ്രിയിലേക്കുള്ള താവളം മാറ്റി. ഇപ്പോൾ അവിടെ സ്കൂൾ ടീക്കരോ സ്കൂളിലെ എന്ന പേരിൽ പുതിയ നാടകം തുടങ്ങിയിരിക്കുകയാണ്. സ്കൂളുകളെല്ലാം ശരിയാക്കുക എന്ന് പറഞ്ഞ് ഗ്രാമങ്ങളിലെ സ്കൂളുകളിലെ കുടിവെള്ളം, ശൗചാലയം, ബെഞ്ചുകൾ തുടങ്ങിയ കുറവുകൾ കണ്ടെത്തി വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇവർ അണികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിലെ ദേശവിരുദ്ധ അജണ്ടകൾ മറച്ചുവെച്ച് വളരെ തന്ത്രപരമായി ഗ്രാമീണ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി വളർന്നു വരുന്ന തലമുറയുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഒക്കെ സഹതാപവും മൈലേജും പിടിച്ചുപറ്റാനാണ് ഈ ഓൺലൈൻ കൂട്ടായ്മ ഇപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് താവളം മാറ്റിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.